കൊണ്ടുള്ള ഒരു വെറൈറ്റി പലഹാരമാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. മുട്ട കൊണ്ട് ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. മുട്ട പുഴുങ്ങിയതാണിത്. അപ്പോൾ അതിന് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ചത് വേണം. അതിൽ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇതാക്കി ചേർത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് പൊടിച്ചത്, പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിനയും, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള കോല്, അതായത് ഇത് നമ്മളെ ഇല്ലീൻ്റെ കമ്പാണ്. അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഇതെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. മുട്ടയ്ക്ക് ചെറിയ കീറിട്ട് കൊടുക്കുക, ചെറുങ്ങനെ 2-3 മതി, അധികം വേണ്ട. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും വെളിച്ചെണ്ണയും കൂടി ആക്കിയതാണ്. ഇതിലിങ്ങനെ നമുക്കിങ്ങനെ ആക്കി കൊടുക്കാം. തേച്ചിവിടെ ഇങ്ങനെ നിറയെ കുറച്ച് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ തേച്ചിട്ട് നമുക്കിതൊക്കെ അതുപോലെ വെക്കാം. നമുക്ക് ഇതിൻ്റെ മസാല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. അതിന് നമുക്ക് കുറച്ച് പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കുക. ഉള്ളി വേണ്ട, പച്ചമുളക് മതി. പിന്നെ നമ്മൾ ഈ ഇതാക്കി വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലിട്ടിട്ട് ചെറുങ്ങനെ ഇതാക്കിയെടുക്കുക. ഇതിൽ തന്നെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഇങ്ങനെ ഉടച്ചു കൊടുക്കണം. കട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. നല്ലോണം ഉടച്ചു കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഒരു ഇത്തിരി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. നല്ലൊരു പലഹാരമാണ്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. അപ്പം ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കിത് ഇറക്കാം. ഉള്ളി വേണ്ട, വെള്ളം പാടില്ല. ഇതിൽ വെള്ളത്തിൻ്റെ അംശം തീരെ പാടില്ല. നമ്മൾ കട്ട്ലൈറ്റിനൊക്കെ ഉരുളക്കിഴങ്ങ് പൊടിക്കുന്ന പോലെ തന്നെ പൊടിച്ചിട്ട് ഇതുപോലെ നല്ലോണം പൊടിക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് കുറച്ച് കരിവേപ്പിലയും മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. നമുക്ക് മുട്ട ഇങ്ങനെ മുളക് വരക്കിയത് മുട്ടയിൽ ഈ വടിയിൽ ഇങ്ങനെ മെല്ലെ കുത്തി ഇങ്ങനെ കയറ്റി കൊടുക്കുക. കണ്ടോ? ഇതുപോലെ കയറ്റി കൊടുക്കുക. ഇങ്ങനെ ആക്കിയ മുട്ടയിൽ നമ്മൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങും ഇതൊക്കെ ആക്കിയത് ഇതേപോലെ ഇങ്ങനെ ഇതാക്കുക. പ്രസ് ചെയ്തിട്ട് ഇതിൽ നല്ലോണം പിടിപ്പിക്കുക. ഇങ്ങനെ അതാണ് നല്ലോണം ഉടച്ച് കളയണം. ഉരുളക്കിഴങ്ങ് കട്ടയുണ്ട്. നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോൾ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്ത് ഒന്ന് അമർത്തിയാൽ അത് പൊടിഞ്ഞ് വരും. അപ്പം നമ്മൾ ചിക്കൻ റോളിനും കട്ട്ലൈറ്റിനൊക്കെ ഉരുളക്കിഴങ്ങ് പൊടിക്കുന്ന പോലെ തന്നെ പൊടിച്ചെടുക്കണം. എന്നിട്ട് ഇതെല്ലാ വശത്തും, അതായത് ഈ മുട്ട പൊതിയണം. മുട്ട നല്ലോണം മൊത്തം പൊതിഞ്ഞ് വരണം. ഇതിൽ കട്ടയുള്ള ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇതുപോലെ ഇതുണ്ടോ, നമ്മുടെ കോഴിക്കാല് പോലെ ഉണ്ടാവും ഇത് സംഭവം. അപ്പം ഈ മുളക് വെച്ച മുട്ടയിൽ വടി ഇങ്ങനെ ഇതാക്കി, പിന്നെ ഉരുളക്കിഴങ്ങ് നല്ലോണം കൈ കൊണ്ട് ഇതാക്കിയിട്ട് നല്ലോണം അമർത്തി കൊടുക്കണം.
എല്ലാ വശവും ഇതുണ്ടോ. ഇതുപോലെ ആക്കിയിട്ട് കയ്യിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇതാ ഈ മുട്ട ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഇതുപോലെ പ്രസ്സാക്കി കഴിഞ്ഞ് ഇതിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കണം. കണ്ടോ. ഒക്കെ ഉരുട്ട ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഞാൻ 5 മുട്ട എടുത്തത്. അപ്പോൾ ഇനി എന്താക്കുക, ഇതെടുത്തിട്ട് നമ്മൾ കുറച്ച് മൈദപ്പൊടി കുറച്ച് ദോശേനെയും കാട്ടും കുറച്ച് കട്ടിയിൽ കലക്കണം, അല്ലെങ്കിൽ മുട്ടയായാലും മതി. അപ്പോൾ അങ്ങനെ കലക്കിയിട്ട് ഇതിലേക്ക് ഇങ്ങനെ പിടിപ്പിക്കുക. അതായത് നമ്മളെ ബ്രെഡ് ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇതൊഴിച്ചിട്ട് ഇതുണ്ടോ ഇതുപോലെ ആക്കിയിട്ട് ഇതാക്കുക. അല്ലെങ്കിൽ മുട്ട അടിച്ചിട്ട് അങ്ങനെ ആയാലും മതി. നമ്മൾ കട്ട്ലേറ്റൊക്കെ ആക്കുന്ന പോലെ ആക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പൊടിയിൽ ഇതുപോലെ ഇട്ടിട്ട് എല്ലാ വശവും പിടിപ്പിക്കണം. എന്നിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് മെല്ലെ പ്രസ്സായി കൊടുക്കുക. ഇതുണ്ടോ കുറച്ചും കൂടി ഇതേപോലെ എടുത്തിട്ട് ഇതുണ്ടോ ഇതുപോലെ ആക്കി കൊടുക്കണം. എല്ലാം നമ്മൾ ഇതൊക്കെ ഇങ്ങനെ മുട്ടയിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ ചിക്കൻ കാല് പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് പൊരിച്ചെടുക്കാം. നമ്മളെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം ഇതായിട്ട് ചെറുങ്ങനെ പൊരിച്ചെടുക്കണം. ഓരോ വശവും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് നമുക്കിങ്ങനെ മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം. ബിസ്ക്കറ്റിൻ്റെ ആക്കി തരുന്നതിന ഇതേപോലെ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. വേഗമാവും വേണ്ട, അധികം വലിയ നല്ല തീരിതാക്കാൻ ഇതണ്ട. ഇനി മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ആക്കുമ്പോൾ നമ്മുടെ മുട്ട ഉള്ളിന്ന് പൊട്ടിത്തെറിക്കൊന്നുമില്ല. മുട്ടയിനുള്ളിൽ നല്ല ഇതായിട്ടുണ്ടാവും. അപ്പം ഇത് നമുക്ക് കോരിയെടുക്കാം. ഇതായിട്ടുണ്ട്. ഇത് വേണ്ട മുട്ടയുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ചിക്കൻ കാല് പോലെയാണ് ഉള്ളത്. അപ്പം ഇത് കണ്ട പിന്നെ ചിക്കൻ കാല്, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ മുട്ടയാണ്. കാണുമ്പോൾ ചിക്കൻ കാല് പോലെ ഉണ്ട്. നല്ല ടേസ്റ്റ്. ഇതെന്താ മുട്ടക്കാല. ചിക്കൻ പോലത്തെ മുട്ടേൻ്റെ കാലല്ലേ.